Happy Women's Day! Hello friends! So, another special day, Anna. So, Happy Women's Day to all the ladies. Thank you. So, in this video, it's special, Anna. Because my wife is a YouTuber. And I video ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഐഡിയ എന്താ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചത് എൻ്റെ വൈഫിന്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ദുബായിൽ. ഇതാണ് അമ്മ, എൻ്റെ വൈഫിന്റെ അമ്മയാണ്. നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും. ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിൽ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അമ്മനെ. എന്നാലും അമ്മനെ പരിചയപ്പെടുത്താണ്. അമ്മയുടെ പേര് സുശീല. പിന്നെ അത് മോള് മയൂഖ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട്? എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും പറയാൻ? മെസ്സേജ് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ കുറെ കഷ്ടപ്പാടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. എന്നാലും നമ്മള് നമ്മുടെ മനോധൈര്യം കൈവിടാണ്ട് നമ്മളിരിക്കണം. പിന്നെ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നല്ല ബോൾഡ് ആയിട്ടിരിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് വിമൻസ് ഡേയുടെ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാവരുടെയും ലൈഫില് അമ്മയായിരിക്കും ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ നമ്മള് അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന സ്നേഹവും ഭക്ഷണമാണ്. അപ്പൊ ഭക്ഷണത്തിൽ ആവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ അമ്മ ഇന്ന് കുക്ക് ചെയ്യാന്ന് സമ്മതിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. പുറത്തൊക്കെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് വരില്ല, എന്താണ് നോൺ വെജ് ബിരിയാണി കഴിക്കുന്ന പോലെ ആവില്ല. അപ്പൊ വെജിറ്റബിൾ ബിരിയാണി അമ്മ ഒരാഴ്ച ഞങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണി വീട്ടിലുണ്ടാക്കി തന്നപ്പോൾ അതിന്റെ ആ എഫക്റ്റ് വാസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. സോഫ്റ്റ് ആയിരുന്നു, എല്ലാം കറക്റ്റ് ആയിരുന്നു, എല്ലാം പാകത്തിനായിരുന്നു. അപ്പോ ജസ്റ്റ് ഒരു സാലഡും ഒരു പിക്കിളും മാത്രം മതി ഇത് കഴിക്കാനായിട്ട്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻജോയ് ദ വീഡിയോ. നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. ഗ്രീൻ പീസ് ഫ്രഷ് ഇത്രയും, പിന്നെ ക്യാരറ്റ് നന്നായി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതുപോലത്തെ ടീസ്പൂണിൽ 2 ടീസ്പൂണ്, 5 ഏലക്ക. നമ്മൾ കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണേ. അപ്പോൾ അതിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, സാധാരണ ജീരകപ്പൊടി, നമ്മൾ സാധാരണ മറ്റു കറികളിൽ ഉപയോഗിക്കുന്നത്. ഇത് ഗരം മസാലപ്പൊടി, അത് വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ പെരിഞ്ജീരകവും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് ഇത്, ഗരം മസാലയുടെ പൊടി. ചെറുനാരങ്ങ നീര് പിഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്. പുതിനയുടെ ഇല ഇത്രയും എടുത്തിട്ടുണ്ട്. മല്ലിയില. ഈ ഗ്ലാസ് കൊണ്ടാണ് ഞാൻ 3 ഗ്ലാസ് അരി എടുത്തേണേ. അപ്പോൾ അത് അരമണിക്കൂർ മുമ്പ് കുതിർത്തി കഴിഞ്ഞിട്ട് ഊറ്റി വെച്ചാണത് അരി. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത് വറുത്തതാണ്, വറുത്ത് കോരി വെച്ചാണതാണ്. പിന്നെ 4 സവാള എടുത്തതാണിത്. പിന്നെ അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ കരിയാൻ പാടില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വറുത്ത് വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കോരി എടുക്കുക. പിന്നെ നെയ്യ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുക്കർ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂണ് നെയ്യ് ഇടണം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അത്രയും തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഈ 5 ഏലക്കായ ഒന്ന് ചതച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഇതിൽ വെച്ചോളൂ കേട്ടോ ഉണ്ടാക്കുമ്പോൾ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇതിൽ വഴറ്റി നല്ലൊരു മണം വരും. ഇളക്കി കൊടുക്കുക, കരിയാണ്ട് നോക്കണം. നല്ലൊരു ഫ്ലേവറാണ് ഇതിൻ്റെ. ഇതിൽ പച്ചമുളക് ചേർക്കാം നമുക്ക്. പച്ചമുളകും നമുക്ക് ഇതിൽ കൂടെ വേണമെങ്കിൽ പച്ചമുളക് അരച്ച് ചേർക്കാം. അതിന് പകരം ഞാനിപ്പോൾ പച്ചമുളക് കീറിയിടുക ചെയ്യുന്നത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇതിപ്പോൾ ഒരു നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇത് ബീൻസ്, ക്യാരറ്റ്,
ഗ്രീൻ പീസ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഒരു പച്ചമുളക് ഞാൻ ഇതിൽ കൂടെ കീറിയിട്ടുണ്ട്. പണ്ട് ഞാൻ പച്ചമുളക് അരയ്ക്കാറാണ് പതിവ്. ഇത് തന്നെയായിട്ട് അരയ്ക്കാൻ നിൽക്കണ്ടേ, അപ്പോൾ അത് കീറിയിട്ടാലും മതി. അത് നന്നായി ഒന്ന് വഴറ്റിയിരിക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് വെള്ളം പൊട്ടി വെള്ളമൊക്കെ ഒന്നൊന്ന് ഇതെന്തിനാ ചെയ്യണേ? ഉടയാണ്ടിരിക്കാൻ നല്ലതാണ്. പിന്നെ പച്ചക്കറിയുടെ ഈ പച്ച മണമൊക്കെ ഇങ്ങനെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ വഴറ്റണം. ഇപ്പൊ തന്നെ നല്ല ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല അത് ആ വറുത്ത് നമ്മൾ ഇതിൽ വറുത്തെടുത്തല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണം ഇങ്ങനെ വരും. 2 ഇത് മല്ലിയിലയും ഇതുണ്ടത്. ഫ്രഷ് ഗ്രീൻ പീസ് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, മറ്റേൻ്റെ പോലെ ഇങ്ങനെ തൊണ്ടിങ്ങനെ പൊളിഞ്ഞ് നിൽക്കണ പോലെ ഉണ്ടാവില്ല ഉണക്ക ഇടുമ്പോഴേ. അപ്പോൾ പച്ച ഇടുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ കിടക്കും, കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, പിന്നെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഇപ്പോൾ ഒന്ന് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. 3 ഗ്ലാസ് അരിയാണ് എടുക്കുകയാണെങ്കിൽ പിന്നെ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണല്ലോ ചേർക്കണേ. അപ്പോൾ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇടാം. നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു നാരങ്ങ ഫുള്ള് വേണോ നോക്കിയിട്ട് മതി, നമ്മുടെ പൊടി ഇതനുസരിച്ചിട്ട്. ചില നാരങ്ങയ്ക്ക് നല്ലോണം നീരുണ്ടാവും, നീര് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. 1 കിലോന് ഒരു നാരങ്ങ ഒഴിക്കാം. 1 കിലോ അരിക്കുക. ഇപ്പോൾ 1 കിലോന് അതില്ല, കുറച്ച് നോക്കിയിട്ട് ചെയ്താൽ. പിന്നെ ഉപ്പ്, അത് നമ്മൾക്ക് അരി വേവിക്കുമ്പോഴായാലും നോക്കാമല്ലോ ഉപ്പിൻ്റെ കാര്യം. ഇതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇടാം. ഇനി ഇത് തിളച്ചു, ഈ വെള്ളം നമ്മൾ ഒഴിച്ചത് തിളച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാൻ പോകാം. നമ്മൾ വറുത്തിട്ടൊന്നുമില്ല. അരി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം. എന്നിട്ട് നമുക്കിത് വെള്ളം ഏതാണ്ട് വറ്റാറാകുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പാകാവോ നോക്കാം. ഉപ്പും പുളിയും ഒക്കെ നോക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കും ചെയ്യാം. എത്ര നേരം ഇളക്കണത്? അതിപ്പോൾ ഈ വെള്ളം ഏതാണ്ട് നമ്മൾ വറ്റി കഴിയാറാകുമ്പോൾ എന്നവരെ ഇളക്കും. അല്ലാണ്ട് തീ കത്തിക്കണ്ട, ഒരു മീഡിയം ഇതിൽ. വേറിട്ടൊക്കെ നിൽക്കുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. അതെ. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെ ചെയ്യാറ്. നന്നായിട്ട് വേറിട്ട് കിടക്കും ചെയ്യും, നല്ല സോഫ്റ്റ് ആവും ചെയ്യാറുണ്ട്. അപ്പോൾ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇളക്കി ഇരുന്നു. ഇനി നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുവെച്ചാൽ പാകത്തിനാണോ എന്ന് നോക്കാം. ശരിക്കും പറയാന്ന് വെച്ചാൽ വലിയ നാരങ്ങയാണെങ്കിൽ പകുതി ഇട്ടാൽ മതി, പകുതി മുറി മതി കേട്ടോ. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് പാകത്തിനാണോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ അരി ഒരു ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഉണ്ടോ വെറ്റാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടപ്പിടുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വെയിറ്റ് വെക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് തീ ലോലിടാം. 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫാക്കുക. കുറച്ച് നേരം വെക്കുക. ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വേറിട്ട് നിൽക്കണ്ടല്ലേ? വേറിട്ട് നിൽക്കണുണ്ടോ? ഇനി നമുക്ക് അത് ദമ്മാക്കാം. ദം ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ലേശം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു ലെയർ ചോറിടുക. സബോള, പുതിനയില, മല്ലിയില, മുന്തിരി, അണ്ടിപ്പരിപ്പ്. ഇത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമുക്ക് ലേശം നെയ്യ് അധികം ഒഴിക്കണമെന്നില്ല, കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നെയ്യ് ഒഴിക്കണമല്ലോ. ഇത് അടച്ചു വയ്ക്കുക. തീ ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. 10 മിനിറ്റ് ഇത് മൂടി വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. വേവൊക്കെ പാകമായിട്ടുണ്ട്. വേവും നല്ല വേവും ഉണ്ട്. അപ്പം ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് അതിനുള്ളൊരു സലാഡ് ഉണ്ടാക്കാം. സലാഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണിത്. 2 സബോള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്.
ഒരു തക്കാളി, പച്ചമുളകിന് ഭയങ്കര എരിവാണ്. അപ്പോൾ ഒരെണ്ണം മതി. എരിവ് നന്നായി ഇഷ്ടമുള്ളവർക്ക് വേണം വെച്ചെങ്കിൽ നമുക്ക് ഉള്ളിൽ ചേർക്കാം. ഇത് കട്ട തൈരാണ്, പുളി കുറഞ്ഞ കട്ട തൈര്. അത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബോളയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതിനെ തിരുമ്മി വെക്കണം. കുറച്ച് ഇത് നല്ലോണം അങ്ങനെ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ആ നീര് പോകുമ്പോൾ കനപ്പ് പോലെയുള്ള ഒരു ഇത് അത് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. സവാള നമ്മൾ 2 മിനിറ്റ് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ് പൊടി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഊറ്റുക, പിഴിഞ്ഞെടുക്കുക അതിന് വെള്ളം. എന്നിട്ട് നമ്മൾ കേട് നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടുക. സവാളയൊക്കെ പിഴിഞ്ഞ് തൈരിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളിയും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവാളയിൽ ഉപ്പുണ്ടല്ലോ, നമ്മൾ ഉപ്പിട്ടുണ്ടല്ലോ, അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ആ പാകത്തിന് ഉപ്പ് പിന്നീട് ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇന്ന് പച്ചക്കറി ബിരിയാണി റെഡിയായി. അടിപൊളി. എന്തൊക്കെയാ? ഇതാ പച്ചക്കറി ബിരിയാണി, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സാലഡ് അല്ലെങ്കിൽ സർലസ് എന്നും പറയും, പിന്നെ നല്ല ലൈം പിക്കിൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നെക്സ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാം എടുത്തിട്ടുണ്ട്. അടിപൊളി. വെരി നൈസ്, വെരി നൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നീ കാണാം. അപ്പോൾ ടിൽ ദെൻ ബൈ.